തെരുവ് നായ്ക്കളുടെ അക്രമമേറ്റ എത്ര കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തു? ഒരുപാട്. എവിടെ? കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്തു. കൊല്ലത്ത് അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം എനിക്കറിയാം. ഞാൻ ഈ കൊല്ലത്ത് താമസിക്കുന്ന ആളാണ്. ഇവിടെ ശീതീകരിച്ച ABC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആരംഭിക്കുന്നത് മുതൽ തെരുവ് നായ് പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അജയ് മാലിന്യങ്ങളെ 2 തലമാക്കി മാറ്റി ഹരിതകർമ്മസേന എന്ത് ഇഫക്റ്റീവായിട്ടാണ് കൊല്ലത്ത് പ്രവർത്തിക്കുന്നത്? പിന്നെ ബോറിസ് വക്കീല് കുറച്ചധികം പാർക്കുകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട് വി പാർക്കിന്റെ പ്രവർത്തനം. മറ്റു പല പാർക്കുകളും അദ്ദേഹം സൂചിപ്പിച്ചു. ഞാൻ സൂചിപ്പിക്കാത്തത് കൂടിയായിട്ടുള്ള കൊല്ലത്ത് ആരംഭിച്ചിട്ടുള്ള പാർക്കുകളെ പറ്റി പറഞ്ഞു. അതിന്റെ മെയിന്റനൻസ് എന്നുള്ളൊരു വിഷയമാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചൊരു ആശങ്ക എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രേക്ക് വാട്ടർ പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ വലിയ തള്ളിക്കയറ്റമായിരുന്നു അങ്ങോട്ടെന്നുള്ള യാഥാർത്ഥ്യവും അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. പക്ഷേ അവിടെ കടൽക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ കടൽ അടിച്ചു കയറിയ സമയത്ത് അവിടെ ഉണ്ടായ ചില പ്രതിസന്ധികളുണ്ട്. അതൊക്കെ സാങ്കേതികമായ പ്രതിസന്ധികളാണ്. അത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസത്തിന്റെ ഭാഗമായി കൊല്ലത്തുണ്ടായ വികസനത്തെ കണ്ണടച്ചിരുട്ടാക്കരുത്. എനിക്ക് അത്ഭുതമുണ്ട്. ചിന്നക്കടയുടെ പ്രതാപം നഷ്ടപ്പെട്ടു എന്ന് ഹഫീസിക്കായെ പോലെ ഒരാൾ എങ്ങനെ പറയും? ഹഫീസിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കൊല്ലത്ത് ഇങ്ങനെ വളരെ സജീവമായി നിന്നിട്ടുള്ള ഹഫീസിക്കായെ പോലെ ഒരാൾ ചിന്നക്കടയുടെ പ്രതാപം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പോരിന് വേണ്ടി അങ്ങനെ ഒരു അസത്യമായ കാര്യം പറയാൻ പാടില്ല. ചിന്നക്കടയുടെ ഒരു പ്രതാപവും നഷ്ടപ്പെട്ടിട്ടില്ല. ഏറ്റവും കൃത്യമായിട്ട് നമുക്കറിയാം, പൊന്മാൻ എന്ന് പറഞ്ഞ പുതിയ ചലച്ചിത്രം പുറത്തു വരുമ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും കൊല്ലത്തിന്റെ വികസനത്തെ പറ്റിയും കൊല്ലത്തിന്റെ പ്രത്യേകതകളെ പറ്റിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പൊന്മാൻ സിനിമയിൽ ചിത്രീകരിക്കുന്നത് ചിന്നക്കടയാണോ? പിന്നെ ചിന്നക്കട കാണിക്കുന്നുണ്ട്. കൊല്ലത്തിന്റെ പാട്ട് തന്നെ അതിനകത്തുണ്ടല്ലോ. അപ്പൊ കൊല്ലത്തിന്റെ പ്രതാപം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് അസത്യവും നുണയുമായിട്ടുള്ള കാര്യമാണ്. ചിന്നക്കട ഇപ്പൊ വികസനം നടക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഓരോ ഇടങ്ങളും ഉണ്ടാകണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിനൊക്കെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഫ്ലൈ ഓവർ പില്ലറിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നാണ് ഇവർ പറയുന്നത്. അല്ല, അതിപ്പോ അവർക്ക് ആർക്കൊക്കെ എന്തെല്ലാം അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. പക്ഷേ കൊല്ലത്തിനകത്ത് വലിയ തോതിലുള്ള വികസനം ഉണ്ടായിട്ടുണ്ട്. ആ വികസനത്തെ കണ്ണടച്ചിട്ടാക്കാൻ കഴിയില്ല.